പാലക്കാട് നഗരത്തിൽ KSU നേതാക്കൾ തെരുവിലേറ്റുമുട്ടി. വിക്ടോറിയ കോളേജ് യൂണിയൻ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. KSU സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റിന്റെയും നിർദ്ദേശപ്രകാരമാണ് തങ്ങളെ KSUക്കാർ ആക്രമിച്ചതെന്ന് പരിക്കേറ്റ KSU നേതാവ് ആരോപിച്ചു. ഇന്നലെ രാത്രിയാണ് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് യൂണിയൻ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് KSU നേതാക്കൾ ഗ്രൂപ്പ് തിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടിയത്. നിലവിലെ കോളേജ് യൂണിയൻ ഭാരവാഹികളും മുൻ ചെയർമാൻ ഇബ്രാഹിം ബാദുഷയും പുറത്തുനിന്ന് സംഘടിച്ചെത്തിയവരും തമ്മിലാണ് കോളേജിൽ വെച്ച് തമ്മിൽ തല്ലിയത്. സംഘർഷത്തിൽ പരിക്കേറ്റ KSU പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. പിന്നീട് ഇരുവിഭാഗവും ആശുപത്രിയിൽ വെച്ചും തമ്മിൽ തല്ലി. തുടർന്ന് പോലീസ് എത്തിയാണ് ഇരുവരെയും പിടിച്ചു മാറ്റിയത്. തന്നെ KSUക്കാർ തന്നെയാണ് മർദ്ദിച്ചതെന്നും സംസ്ഥാന സെക്രട്ടറിയുടെയും ജില്ലാ പ്രസിഡന്റിന്റെയും നിർദ്ദേശപ്രകാരമായിരുന്നു ആക്രമണമെന്നും പരിക്കേറ്റ KSU നേതാവ് ഇബ്രാഹിം ബാദുഷ ആരോപിച്ചു. KSUക്കാരാണെന്ന് തന്നെ പറയാൻ എനിക്ക് മടിയാണ്. കാരണം സ്വന്തം കൂടെ നിൽക്കുന്ന ആൾക്കാരെ എങ്ങനെ തല്ലാൻ കഴിയുമെന്ന് എനിക്കറിയുന്നില്ല. MLA ഷാഫി പറമ്പിൽ MLA PA അജാസ് വിളിച്ച് പയ്യനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് തല്ലിയത്. എവിടെ വന്ന് മാപ്പ് പറയാനും റെഡിയാണെന്നാണ് ഈ തല്ലിയ പിള്ളേരിൽ 1-2 ആൾക്കാർ പറയുന്നത്. തങ്ങളെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയത് A ഗ്രൂപ്പുകാരാണെന്നും പരിക്കേറ്റ ഇബ്രാഹിം ബാദുഷ പറഞ്ഞു. ഈ അജാസ് അവർ സംസ്ഥാന സെക്രട്ടറിയാണ്. അവരുടെ നേതൃത്വം നൽകുന്ന നിഖിൽ കണ്ണാടി KSU ജില്ലാ പ്രസിഡന്റ്. ഇവർക്കൊക്കെയാണ് ഗ്രൂപ്പ്. ഈ പാർട്ടിയിൽ ഇവർക്കാണ് ഗ്രൂപ്പ് വേണ്ടത്. പാവപ്പെട്ട ഞങ്ങളൊക്കെ പാർട്ടിക്ക് വേണ്ടിയിട്ട് തല്ലും മറ്റു പാർട്ടിക്കാരിൽ നിന്നും തല്ലും അടിയും കൊണ്ടിട്ടാണ് ഈ നിലയിലെത്തിയിട്ടുള്ളത്. ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്, അല്ല ഗ്രൂപ്പിന് വേണ്ടിയിട്ടല്ല. ജില്ലയിൽ KC വേണുഗോപാൽ ഗ്രൂപ്പിന്റെ പ്രധാന പ്രവർത്തകനാണ് പരിക്കേറ്റ ഇബ്രാഹിം ബാദുഷ. ഗ്രൂപ്പ് വഴക്കിന്റെ തുടർച്ചയാണ് KSU നേതാക്കൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നു. ഇരു കൂട്ടരുടെയും പരാതിയിൽ പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൈരളി ന്യൂസ്, പാലക്കാട്.